ഞാൻ 2013 ഒരു വാർത്ത പ്രേക്ഷകരെ കാണിക്കാം. ഹ്യൂമൻ റൈറ്റ് വാച്ച് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയാണ് അവരെഴുതിയിരിക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ വന്നിരിക്കുന്ന വിശദമായ ഫീച്ചർ 2013 വന്നതാണ്. ഡീറ്റൈൻഡ് ബീറ്റൺ ഡിപ്പോർട്ടഡ് സൗദി അറേബ്യ അഗെയിൻസ്റ്റ് മൈഗ്രന്റ് ഡ്യൂറിംഗ് മാസ് എക്സ്പ്ലഷൻ. ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു, എന്നിട്ട് ഇവരെ പുറത്താക്കിയിരിക്കുന്നു. വിശദമായ പഠന റിപ്പോർട്ടാണ് സൗദി അറേബ്യയെ കുറിച്ച് ഇവർ സമ്മറി ആയിട്ട് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ആ വർക്ക് പെർമിറ്റ് ഉള്ള ആളുടെ അടുത്ത് മാത്രം വർക്ക് ചെയ്യണം. 2013 നിയമം കൊണ്ടുവന്നു. ആരെ വേണമെങ്കിലും പീഡിപ്പിച്ച് തിരിച്ചയക്കാൻ ഇവർ പറയുന്നു. ID ചെക്ക് പരിശോധിക്കുന്നു, സ്ഥാപനങ്ങളിൽ കയറുന്നു. 2 ദിവസം കൊണ്ട് 20,000 പേരെ പിടിച്ചു. അവർ പിന്നീട് പുറത്തോട്ട് 4,27,000 പേരെ പിടിച്ചു. എന്നിട്ട് റിപ്പോർട്ട് പോവുകയാണ്. മനുഷ്യരെ പോലല്ല കരുതിയത്, ഭീകരമായി മർദ്ദിച്ചു. പോലീസ് മാത്രമല്ല, ഇവരെ പിടികൂടുമ്പോൾ നാട്ടുകാർ, അറബികൾ ഇവരെ മർദ്ദിച്ചു. പലരും കൊല്ലപ്പെട്ടു നാട്ടുകാരുടെ മർദ്ദനമേറ്റ്. അങ്ങനെ അതിദയനീയമായ അതിഭീകരമായ കൊലപാതകമടക്കമുള്ള പ്രക്രിയയിലൂടെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ സൗദി കയറ്റിവിട്ടത് എന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. എല്ലാ രാജ്യക്കാരും, ഇന്ത്യക്കാരടക്കം, ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും ദുരന്തം അനുഭവിച്ചതും ഒക്കെ എത്യോപ്യക്കാരാണ്. എന്തുകൊണ്ട് ഒരു പത്രവും മനുഷ്യത്വരാഹിത്യത്തിനെതിരെ ശബ്ദമുയർത്തിയില്ല? എന്തുകൊണ്ട് സൗദിക്കെതിരെ ഇന്നും ആരും പ്രതികരിക്കുന്നില്ല? സൗദിയിൽ ഇരുന്നു കൊണ്ട് സൗദിയുടെ കാര്യം മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് അങ്ങനെയാണ്. അവിടെ അനധികൃതമായി എത്തുന്നവരെ അവർ ദയമില്ലാതെ കൈകാര്യം ചെയ്യും. അവർ പൊതുമാപ്പെന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്യുന്നവരെ തിരിച്ചയക്കേണ്ട ബാധ്യത അതാത് രാജ്യങ്ങൾക്കുണ്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയില്ല. ഇവിടെ അമേരിക്ക ചെയ്യുന്നതോ അവരുടെ കാശ് മുടക്കി അവരോട് കൊണ്ടുവിടുന്നു. ഒരു മർദ്ദനവും നടത്തുന്നില്ല.